എന്റെ അപ്പനമ്മനെ വരെ ഇയാള് ചീത്ത പറഞ്ഞു. അതെന്റെ അപ്പൻ നമുക്കറിയാൻ പാടില്ല. വിളിച്ചു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കുറെ പെങ്കോതന്മാരും. അതാണ് ഏറ്റവും വലുത്. കടവും കാര്യമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ധൈര്യത്തിൽ കൊടുക്കണം കൊണ്ട് പറയിപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞ. ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ പണിയാണ്ടപ്പ ഇന്നൊരു വീഡിയോ, ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ കോച്ചിങ്ങിന് പോയിട്ട് വന്നാണ്. അപ്പൊ ഇയാള് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചോറ് തിളപ്പിച്ച് വെച്ച് അതൊക്കെ പണി കാര്യമൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ചെടിയൊക്കെ നടക്കാൻ വേണ്ടിട്ട് പോകണം. ദൈവത്തിനറിയാം, എനിക്കറിയാമുള്ള 8 മണിക്ക് എഴുന്നേറ്റെന്ന് പറയണ്ട്. ഞാനിപ്പോ ഒരു 9 മണി 9 മണിയായിട്ട് ഇവിടെ എത്തിയപ്പ 8 മണിക്ക് എഴുന്നേറ്റെന്ന് പറയുന്നുണ്ട്. സത്യമാണെന്ന് ദൈവത്തിനറിയാം. ഞാൻ ടൈമിൽ കുറിച്ച് എഴുന്നേക്കണ സമയമൊക്കെ അല്ലെങ്കിൽ എഴുന്നേക്കാറൊന്നുമില്ല. ഞാൻ വന്നു കഴിഞ്ഞാലും 10 മിനിറ്റ് 5 മിനിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സമയങ്ങളെല്ലാം പണി അല്ലേ? അതെ അല്ലേ? അപ്പൊ ഇനി ചെടിയും കാര്യങ്ങളൊക്കെ നടക്കണം. പിന്നെ ഇത് കണ്ടില്ലേ കഴുത്തിന്റെ കൂടെ ഒക്കെ പൊട്ടിയിരിക്കണത്. മാന്തി ചൂട് ഭയങ്കര ചൂട് പറയണ്ട. ചൂട് കൊണ്ട് പൊട്ടിയിട്ട് നമ്മ ചൂടെടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒഴുകുമ്പോ ഇതിങ്ങനെ മാന്തോല്ല. അവന് മാന്തിട്ട് കഴുത്തിട്ട് ഇവിടെയൊക്കെ ആകെ പൊട്ടിയിരിക്കണേണ്. അപ്പൊ എന്താണ് മാല കിടന്നൊരയുമ്പില്ലേ അതിനേലും വലിയ അല്ലേ ചൂട്. എല്ലായിടത്തും ഭയങ്കര ചൂടാണ്. പക്ഷെ ഇന്നത്തെ വെതർ നല്ല അടിപൊളിയാണ്. നല്ല ക്ലൈമറ്റ് ആണ്. സാധാരണ കോച്ചിങ്ങിന് പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുട്ടിന് ആവിയൊക്കെ വന്ന് ഇന്നത്തെ നമ്മുടെ പരിപാടി ഓശാന ഞായറാഴ്ചയാണ്. നാളെ കൊഴുക്കട്ട ശനിയാണ്. അപ്പൊ ഇന്ന് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കണത്. അപ്പൊ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പുട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പുട്ടും പഴവും കൂടിയാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ തന്നെ ചെടി നനക്കാൻ ഇറങ്ങിയിട്ട് പറഞ്ഞ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നി സഹിക്കാൻ പറ്റണില്ലെന്ന് പറയണം. എന്തിനാ ദേഷ്യം? ദേഷ്യമൊക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കുള്ളു. അപ്പൊ ഇന്ന് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കണം. അപ്പൊ എന്നെ രാവിലെ തന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോ നമുക്ക് വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ പുറത്തോട്ട് പോയി ചാടി ഇറക്കിയതുണ്ട. എന്തിനാ ദേഷ്യം വന്നെ? എന്തിനാ അത് പറ. എന്താണ് കേട്ടത്? പറ. കേട്ടത് എന്ത് പറയാൻ വേണ്ടിട്ടാണ്? എനിക്ക് ഭയങ്കര ഒരു ബിനീഷ ഒരു കൺഗ്രാജുലേഷൻസ് പറയാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സത്യം ഞാൻ പറഞ്ഞുതരാം. അയാള് കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. നമ്മളിപ്പോ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴത്തേക്കും കൺഗ്രാജുലേഷൻസ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്തായാലും നമ്മളൊരു കൺഗ്രാജുലേഷൻസ് പറയണതും അല്ലെങ്കിൽ വേറൊരാള് അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാളോട് നമ്മൾ പറയും ഒന്ന് പറഞ്ഞേക്കെന്ന് പറയും. സ്വാഭാവികമായിട്ട് അയാളും പറയും. ഇത് പറഞ്ഞതിന് കൂട്ടായിട്ട് നിക്കണല്ലേ ഒരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞേക്കട്ടോ എന്ന് പറഞ്ഞു. ആ കൺഗ്രാജുലേഷൻസ് മാത്രം അങ്ങനെ ലോകത്ത് ഇങ്ങനൊരു സംഭവം അവർക്കാണ് സംഭവിച്ചേക്കണെന്ന രീതിയില് ഇപ്പൊ വേറൊന്നല്ലേട്ടാ. ഞാൻ വകയില് ബിനീഷയുടെ ഒരു കസിനായിട്ടാണ്. ബിനീഷന്റെ ഞാൻ കേരള പറ. പിന്നെ ഇനി പറയും നിന്നെ കൊണ്ട് പറയിപ്പിച്ചെന്ന് പറയും. എന്തിന് ഇത് കേക്കണം? ലോകത്ത് ആർക്കും ഉണ്ടാവാത്ത സാധനമൊന്നുമല്ല ഈ ഗർഭം ഇല്ലേ. കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ടൊന്നും ഒന്നും വരാൻ പോള. അതുമല്ല ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞ് ഞാനിവിടെ നിന്ന് മുട്ടയിൽ കൂടുവത്രം ചെയ്യും. ഞാനിവിടെ നിന്നിട്ട് കൂടുവത്രം ചെയ്യും മുട്ടയിൽ വല്ലത്. അതെവിടെ പറയുമ്പോ ഞാറക്കിലുള്ള ബിനീഷയുടെ ഒരു കസിൻ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ബിനീഷ മെയിനായിട്ട് ഇങ്ങനൊരു സംഭവം നമ്മുടെ ലൈഫിൽ ബിനീഷയുടെ ലൈഫിൽ ഉണ്ടാവും. എന്തിന് വലിയൊരു കുടുംബത്തൊക്കെ കയറി എന്നോട് മിണ്ടി എന്ന് പറഞ്ഞ എന്താണ്? അവർക്ക് നഷ്ടം എന്താണ്? എന്നോട് മിണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എന്നോട് മിണ്ടുന്ന ആൾക്കാർ എന്നോട് മിണ്ടട്ടെ. ഒന്നൊരു പേര് എന്നോട് മിണ്ടുന്നുണ്ട്. ഇതൊന്നും അറിയണില്ലല്ലോ. അവിടെയുള്ള എത്രയോ പേര് എന്നോട് മിണ്ടുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്. അവർ മാത്രമല്ല അതിൻ്റെ അപ്പുറത്തെ വഴിയിലുള്ളവർ വരെ എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ വീട്ടിൽ കയറി എന്നോട് വർത്തമാനം പറഞ്ഞു പറഞ്ഞുകൊണ്ട് തല്ലാൻ കയറേ അല്ലെങ്കിൽ സംസാരിക്കുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇനി ചെന്ന് നീ ചെന്ന് അവരോട് പറഞ്ഞ വിളിച്ചാന്ന് ചോദിച്ചിട്ടായിരിക്കും ചിലപ്പോ ഇനി ചോദിച്ചതാ. എന്ത് കാര്യം ഇരിക്കുന്നു? ഇത്രയും ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ വല്ല ഇത്രയും ധൈര്യമുള്ള ആൾക്കാർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചും ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടാ? എന്റെ നമ്പർ ഉണ്ടല്ലോ, നേരിട്ട് എന്നെ വിളിച്ച് പറഞ്ഞൂടെ? നീ എന്തിനു കൺഗ്രാജുലേഷൻ പറയാൻ ഏൽപ്പിച്ചെന്ന് പറയണ എന്തിനാണ് നേരിട്ട് വിളിച്ചപ്പോഴാണ് ആ കാര്യം വിടുക. നമുക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ദേഷ്യം വെച്ചാൽ നമ്മതല്ല. ഞാനൊരു സന്തോഷത്തോടെ ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. എന്നുവെച്ചാൽ എത്ര നാളായിരുന്നു കല്യാണം ആയിട്ട് കുറച്ച് നാളായി. അപ്പോൾ എനിക്ക് നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു. അപ്പം ഞാൻ വിശേഷമൊക്കെ ഞാൻ അറിഞ്ഞു എങ്ങനെയുണ്ട്
ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഒരു ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്നാ ഒന്ന് ചോദിച്ചു. ബിനീഷ പോയപ്പോഴത്തേക്കും ചാകാൻ പറഞ്ഞവനാണ് കേട്ടാ. അതും കൂടി അല്ല ഡയലോഗ് പോയി ചാടി എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഞാനിവിടെ അവര് എന്നെ ആലോചിക്കാൻ വേണ്ട അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്കിപ്പോൾ ഞാൻ എങ്ങനെ പോകുന്ന അതാണ്. ഇപ്പോൾ ഞാൻ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻജോയ് ചെയ്ത് ഞാൻ പോകുന്നു. അതിപ്പോ എന്താ സംഭവം എന്ന് അറിയാമോടാ ബിനീഷ, നീ മരിച്ചായിരുന്നെങ്കിൽ അവർക്ക് മെഴുകുതിരി കത്തിച്ച് കത്തിക്കായിരുന്നു. ഇപ്പൊ അത് പറ്റണില്ലല്ലോ. അതെ, ആണ്ടെങ്കിലും നടത്തി കുറച്ച് ഫുഡ് അടിക്കായിരുന്നു. ഫുഡ് കിട്ടിയില്ല അവർക്ക്, അതും കിട്ടിയില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമമാണ് അവർക്ക്, വേറെ ഒന്നുമില്ല. അപ്പൊ അതങ്ങനെ ആ ഒരു കാര്യം ഇത് വിളിച്ചു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കുറെ പെങ്കോതന്മാര്, അതാണ് ഏറ്റവും വലുത്. വിളിച്ചു പറയാൻ വേണ്ടിട്ട് എന്തിന് ഞാൻ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്നതോ ഞാനൊന്നും ഇന്നലെ കൂടി പറഞ്ഞോളൂ എൻ്റെ അടുത്ത്, ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ഞാനൊന്നും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒന്നും ചോദിക്കാറില്ല. പക്ഷെ ഈ കാര്യം മാത്രം ഞാൻ ചോദിച്ചറിഞ്ഞു. ഇനി അഥവാ പറയാൻ പറ്റില്ല, മതലി പറ്റി പിടിച്ചിരുന്ന് അപ്പുറത്ത് പല്ലിരിക്കുന്ന പോലെ പറ്റി പിടിച്ചിരുന്ന് കേട്ടതാണെന്നും പറയാൻ പറ്റില്ല. കേട്ടാൽ എന്തായാലും മാർക്ക് പോയിട്ടുണ്ട്. വെറുതെ ഇത് എന്നോട് പറയാത്ത ആളെ പോയി ഒച്ചെടുക്കുന്നു. മാത്രമല്ല എനിക്ക് ഞാൻ പറഞ്ഞേക്ക് എനിക്ക് ഞാറക്കേല് മാത്രമല്ല എനിക്ക് അവിടുത്തെ വിശേഷം പറഞ്ഞു തരാൻ ആൾക്കാരുള്ള. കണ്ടക്കടവിലുണ്ട് ആൾക്കാർ, ചെല്ലാനത്തുണ്ട് ആൾക്കാർ, നിങ്ങളുടെ ഒരു വിശേഷം പറഞ്ഞുതരാം. പിന്നെ അതേപോലെ തന്നെ വളപ്പിലുണ്ട് ആൾക്കാർ, ചേറായിലുണ്ട് ആൾക്കാർ, പല സ്ഥലത്തുണ്ട് ആൾക്കാർ. എനിക്ക് അവരൊക്കെ എത്തിച്ചേരും. അല്ലാതെ നിങ്ങൾ ഈ പോയി പറഞ്ഞ ആൾക്കാർ തന്നെ അല്ല നമ്മളായിട്ട് വിഷയം ചോദിക്കണല്ല, ബിനീഷിന് ഇഷ്ടമുള്ളവർ വിളിക്കണതാണ്. അല്ലാതെ അതെങ്ങനെ അത് വിളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ മാക്സിമം വിളിക്കണവരെ കൊണ്ട് തല്ലുപിടിപ്പിക്കാം എന്നാണ് ചിന്ത. അതെന്തെങ്കിലൊക്കെ ആവട്ടെ, എന്റെ വഴിക്ക് ഞാൻ പോകും. ആ വഴിക്ക് പോട്ടെ. ഇവിടെ ഒന്നും പറയണ്ട, ബിനീഷിന്റെ കല്യാടങ്ങളുണ്ട്. ബിനീഷ് അത് എണ്ണിപ്പിറക്കി ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ചിരിക്കുമ്പോ അയ്യാണ്ടായി ഇവിടെ ഇപ്പട്ടെ ഞാൻ പറയാം കാണിച്ചു തരാട്ടോ. ബിനീഷ് എണ്ണിപ്പിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ ബിനീഷ് എണ്ണിപ്പിറക്കണ ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാൻ കാണിച്ചു തരാട്ടോ. ബിനീഷ് പറയണം, പറ നീ നിനക്ക് പറയാനുള്ളത് നീ പറയണം. നീ പറ മുത്തേ. എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല. എനിക്കിപ്പോ മോത്തോക്കി പറയാൻ വേണ്ടിട്ട് എന്റെ മുമ്പിലും മഞ്ഞില്ല, ഒന്നും മഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ മുമ്പിൽ സങ്കല്പിച്ചോ. അയ്യോ എന്റെ സങ്കല്പിച്ചോ കേട്ടോ, സങ്കല്പിച്ചോട്ടാ. അതെ പറയാൻ വേണ്ടി പോണേട്ടാ. എണ്ണിപ്പറക്കി കാര്യം ഞാൻ മാത്രം കേട്ടാ പോരല്ലേ, നിങ്ങളും കേൾക്കണം. എണ്ണിപ്പറക്കി വേറൊന്നുമല്ല. ഞാൻ നോർമലായിട്ട് പറയുന്നത്. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയും, അല്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് എന്തുകൊണ്ട് പറയേ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇത്രയും ധൈര്യം കാണിക്കുന്നുണ്ട്. എന്ത് എന്നോട് മിണ്ടിയെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. എന്നോട് എന്തിനാണ് മിണ്ടിയത്, ഞങ്ങളുടെ കാര്യം എന്തിനാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ കാര്യം അവരല്ല എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം. പിന്നെ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ. അവനവന്റെ കാര്യം നോക്കി ജീവിച്ചാ പോരെ, പണിയെടുത്ത് അവരവരുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. എന്തിന് എൻ്റെ പേര് ഓരോ സ്ഥലത്ത് വലിച്ചു വയ്ക്കണം? ഞാൻ കഴിഞ്ഞു, ഒരു 7 കൊല്ലം കഴിഞ്ഞു, എല്ലാം തീർന്നു. ഇപ്പോഴേ രണ്ടാമതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയുന്നുണ്ട് യൂട്യൂബിലൂടെ തന്നെ ഓരോ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, പറയാതിരിക്കത്തില്ലല്ലോ. അത് വഴിയെ അതിൻ്റേതായ രീതിയിൽ നടക്കുമ്പോൾ ഞാൻ കാര്യം പറയും. എനിക്ക് പറയാനുള്ളത് ഇത്രയും ധൈര്യത്തിൽ ഓരോരുത്തരുടെ അടുത്ത് നിന്ന് സംസാരിക്കുകയും ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ദേഷ്യം വന്നിട്ട് പറയാൻ പറ്റില്ല. അല്ല പറയാൻ പറ്റാത്തതല്ല, ഞാൻ പറയുന്നത് വേറൊന്നും കണ്ടല്ല. ഇത്രയും ദേഷ്യവും തെറ്റിച്ച് കളയല പോട്ടെ. ഇത്രയും ധൈര്യത്തിൽ വന്ന് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ മുമ്പിലോട്ട് വന്നൊന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ധൈര്യമുള്ള ആൾക്കാർ എന്തെങ്കിലും ഈ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും ആരെങ്കിലും കടവും കാര്യമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ധൈര്യത്തിൽ കൊടുക്കണം. കാശ് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കണം. അല്ലാതെ ഫോൺ സ്വിച്ച് ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇനി കുറെ ഉണ്ട് പറയാൻ വേണ്ടിട്ട്, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പറഞ്ഞു കഴിഞ്ഞ നാണം കിട്ടും. അതായത് കൺഗ്രാജുലേഷൻസ് പറയാൻ പറഞ്ഞില്ല. അവൻ അതിന്റെ ഭർത്താവിന്റെ കാര്യം ഉണ്ട്. അതായത് ഇയാൾ കസിൻ പൈസ മേടിച്ചിട്ട് അവിടെ അത്രയും മാന്യനാട്ടാ. ഇപ്പൊ ഞാൻ വാമൂത്തിയത് എന്താന്ന്, എനിക്ക് എന്റെ ചേട്ടനോടുള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രം ഞാൻ വള്ളിപുള്ളി തെറ്റാത് പറഞ്ഞെങ്കിൽ എനിക്ക് പറയാം. എന്റെ അപ്പൻ അമ്മനെ വരെ ഇയാള് ചീത്ത പറഞ്ഞു. അതെന്റെ അപ്പൻ നമുക്ക് അറിയാൻ പാടില്ല. അത്രയും ചീത്ത പറഞ്ഞ അവൻ ആ കസിൻ എന്ന് പറഞ്ഞവൻ അവൻ അറക്കിൽ തന്നെ താമസിക്കണം. കള്ളം കുടിച്ച്
എന്നിട്ട് ആ ഫോൺ ഞാൻ മേടിച്ചിട്ട് എന്റെ വായിലിരിക്കണേ കേട്ട് അവൻ ഫോണും സ്വിച്ച് ഓഫ് ആക്കി നിന്റെ അഡ്രസ്സ് തടാന്ന് പറഞ്ഞിട്ട് ഞാൻ അഡ്രസ്സും അയച്ചു കൊടുത്തു, വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ട് ടെക്സ്റ്റ് മെസ്സേജും അയച്ചു കൊടുത്ത് വാട്സാപ്പിൽ വെച്ചിട്ട് അന്ന് അവൻ സ്വിച്ച് ഓഫ് ആക്കി പോയതാണ് ഒരു 7 കൊല്ലം മുമ്പ്. എന്നിട്ട് ഇപ്പൊ കിടന്ന് പൊളക്കണാണ് അവന്റെ കാര്യം പറഞ്ഞാൽ അവൻ ഈ ആ ഞാറക്കൽ എത്ര പേരുടെ പൈസ മേടിച്ച് കോഴിക്കോടുള്ളവരുടെ പൈസ മേടിച്ച് മുങ്ങിയൊക്കെ നടക്കണ കഥയൊക്കെ നമുക്കറിയാം. വെറുതെ എന്നെ കൊണ്ട് ഇനി ചെകഞ്ഞ് പുറത്തോട്ട് ഇടിയിപ്പിക്കരുതല്ല നിങ്ങൾ കേൾക്കണ്ട. ഇത് ബിനീഷ എണ്ണിപ്പറക്കിക്കൊണ്ടിരിക്കണം. എനിക്ക് കേട്ട് ഞാൻ നല്ല രസമായിട്ട് ചിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും ഞങ്ങൾ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇനി വെറുതെ നിങ്ങളുടെ പേരും കൂടി എന്നോട് ഇതിനകത്തോട്ട് വലിച്ചെടുപ്പിക്കരുത്. അവിടെ അല്ല, ഇത് ബാക്കിയുള്ളവർ സ്കിപ്പ് ചെയ്ത് പോണെങ്കിൽ പൊക്കോ. ഇത് ഞാറക്കലുള്ളവർക്കും എഡിക്കേറ്റ് ചെയ്ത് വെച്ചേക്കണ വീഡിയോ ആണ്. ബാക്കിയുള്ളവർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോക്കോ, നോ പ്രോബ്ലം. ബിനീഷയുടെ ഇഷ്ടത്തിന് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം. അതിന് നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഇവളെന്താണ് മരിക്കണോ പോയിട്ടിനി? ഇത്രയ്ക്കും ബുദ്ധിമുട്ട് വരാനായിട്ട് ഇവളെന്താ പോയി ആത്മഹത്യ ചെയ്യണോ ഇനി? നല്ല പാടും. എനിക്ക് തോന്നുന്നു നീ സന്തോഷത്തോടെ ജീവിക്കണ കാണുന്നത് സഹിക്കണില്ല. അതാണ് മെയിൻ കാരണം. ഞങ്ങൾക്കെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടല്ലോ, സന്തോഷത്തോടെ ജീവിക്കുന്ന ഹാപ്പിയാണ്. നല്ലൊരു അമ്മായിയമ്മയുണ്ട്, നല്ലൊരു അമ്മായിപ്പനുണ്ട്. ഒട്ടും സഹിക്കണില്ല സത്യം പറയാലോ. അവരെ കോണ്ടാക്കി പിരിച്ചിരിക്കും വിചാരിച്ചത് എല്ലാവരും. പക്ഷെ അമ്മച്ചി പറയണത് വേറെ വൈബാണത്, വേറൊരു വൈബാണ്. ഞങ്ങൾ അപ്പൊ അമ്മച്ചി ചേനെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ നീ ഒരു തെറ്റ് ചെയ്തു. എന്നോട് അങ്ങനെയല്ല, എന്നോട് പറഞ്ഞു നീ എത്ര തെറ്റ് ചെയ്താലും നീ എന്റെ മോൻ തന്നെയാണ്, നീ ഇനി അടുത്തൊരു തെറ്റിലോട്ട് പോകരുതെന്ന് മാത്രം എന്നെ പറഞ്ഞ് പഠിപ്പിച്ചുള്ളൂ. അത് അത്രയും ക്വാളിറ്റി ഉണ്ട് എന്റെ അപ്പനും അമ്മക്കും. അപ്പൊ അവര് വന്നിട്ട് പിന്നെ എന്നോട് അത് ചെയ്യാൻ പോയത്. അതിനുശേഷം എന്നോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഇപ്പൊ എന്നെക്കാളും ഇഷ്ടം ബിനീഷേനെ എന്റെ അമ്മക്കും അമ്മക്കും ആദ്യം പറഞ്ഞേനെ. ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എല്ലാം ചെയ്യണുണ്ട് പപ്പയും അമ്മച്ചി വെക്ക്. ഇവളും അതേപോലെ തന്നെ തിരിച്ചു അതേപോലെ തന്നെ എന്നോട് എങ്ങനെയാണോ അതേപോലെ തന്നെ ഈ പറഞ്ഞ ആൾക്കാരും എന്നോട് എങ്ങനെയാണോ അതേപോലെ തന്നെ. എനിക്ക് അവരെ കാര്യം അന്വേഷിക്കാനോ പിടിക്കാനോ എനിക്കൊട്ടും താല്പര്യമില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു നല്ലൊരു കാര്യം അറിഞ്ഞപ്പോഴത്തേക്കുള്ള എൻ്റെ ഒരു സന്തോഷം. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നേരത്തെ ഞാൻ വാവൂത്തി പിടിച്ചില്ലേ, ഒരു ചേട്ടനാണെന്നുള്ള ഒരു രീതി എനിക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ നിന്റെ അപ്പനും അമ്മേനും ചീത്ത പറഞ്ഞവൻ ഇനി ചേട്ടൻ അവന്റെ അതൊക്കെ ഞാൻ കൊറേ ഇങ്ങനെ മറക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ എനിക്കതൊരു ഞാൻ എന്തിനാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം തിരുത്തി പറയാനുണ്ട്. അയാൾക്കൊരു ധാരണയുണ്ട്. അതായത് എൻ്റെ കസിൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് പോയി ഒച്ചപ്പാട് ബഹളമൊന്നും ഉണ്ടാക്കിയൊന്നുമില്ലെന്ന് തോന്നുന്നു. കാര്യം ചോദിച്ചതാറ്റാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ചോദിച്ചല്ലേ, എന്തായാലും എന്നെപ്പറ്റി ചോദിച്ചല്ലോ, എന്തിനാ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിനകത്തൊരു തെറ്റിദ്ധാരണയുണ്ട്. പുള്ളിക്കാരത്തി അല്ല എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്, നിങ്ങളുടെ ഭാര്യ ഗർഭിണിയായ വിവരം കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടായ വിവരം എന്നോട് പറഞ്ഞത് അവരല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കണ്ടക്കടവിലും അവിടെ ഇവിടെയൊക്കെ എനിക്ക് ആൾക്കാരുണ്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പം ആരെങ്കിലും ആയിക്കോട്ടെ പറഞ്ഞത്. അപ്പോൾ അവരല്ല എൻ്റെ അടുത്ത് പറഞ്ഞേക്കണം. എനിക്കാണെങ്കിൽ ആ ഇപ്പോൾ പറഞ്ഞു എന്ന് പറയുന്ന ആളായിട്ട് അധികം ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ 2-3 തവണ കണ്ടിട്ടെന്നുള്ളതല്ലാതെ വേറെ ഞങ്ങൾ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ലവ് മെസ്സേജ് അയക്കുന്നതോ അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പോൾ വെറുതെ വലിയൊരു മെക്കിട്ട് എൻ്റെ പേരും പറഞ്ഞിട്ട് കയറി ചെല്ലരുത്. അവർക്ക് നിങ്ങളെ പരിചയം ഉള്ളത് കൊണ്ട് തല്ലാതെ വിട്ടെന്ന് പറയാം. ഇനി വേറെ എല്ലായിടത്തും ചെന്നിട്ട് ഇതുമാതിരി കാണിക്കുന്നവർക്ക് എല്ലാവരും ഒരേപോലെ ഇരിക്കണമെന്നില്ല. മുഖത്തിട്ട് നല്ല തട്ട് കിട്ടും കേട്ടാ. അത് ഞാൻ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് വളപ്പ് ഭാഗത്തോട്ട് തന്നെ അന്വേഷിച്ചല്ലരുത്, നല്ല തട്ട് കിട്ടും കേട്ടാ. പോട്ടെ അല്ല ഞാൻ പറഞ്ഞതാണ്, നല്ല തട്ട് കിട്ടും. ഇപ്പൊ ഇനി ഏതായാലും ലോകമൊത്തം അറിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യ ഗർഭിണിയായ വിവരം. ഇനി ഞാൻ വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. എവിടെയെങ്കിലും മാറിയിരിക്കണേത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഫോൺ സ്വിച്ച് ഓഫ് ആണ്, വിളിച്ചാൽ കിട്ടത്തില്ല. അത് മെയിൻ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടത്. എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയണം, അല്ലാതെ അവിടെ ഇവിടെ കയറി പറയണമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളു കേട്ടോ. ഫാമിലി മാറ്റർ ഈ വീഡിയോ യൂട്യൂബിൽ അങ്ങനെ ചെയ്യേണ്ടത്, പക്ഷെ ചെയ്യിപ്പിക്കരുത്. എന്നെ കൂടി ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റില് മുതൽ ഇപ്പൊ ആദ്യം ഇതായിരുന്നു, സെക്കൻഡ് മാരേജ് പറയണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സമയമുണ്ട് എനിക്ക് പറയണമെന്നുള്ളത്. ആ ഒരു ടൈമായപ്പോൾ ഞാൻ പറഞ്ഞു. പിന്നെ ഇനിയുണ്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയാം, അത് ടൈമായി വരുന്നുണ്ട്. അത് ഞാൻ സമയമാകുമ്പോൾ പറയും. ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എനിക്ക് പുറത്തോട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അറിയണവർ കുറേ പേരുണ്ട്, ഒത്തിരി പേരുണ്ട് അറിയണവർ ഈ മാറ്റർ. എല്ലാവരും അന്വേഷിക്കാറുണ്ട്, കുറേ പേർക്കറിയാം. അപ്പോൾ
കുറച്ച് എനിക്കൊന്ന് സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഇത് എനിക്ക് തോന്നുന്നു അറിയാൻ പാടില്ല. കുറച്ചല്ല, ഇപ്പോൾ 1 മില്യൺ ഉണ്ടല്ലോ, അതിൽ ഒത്തിരി പേർക്ക് അറിയാതിരിക്കും. ചില നമ്മളെ പേഴ്സണലായിട്ട് അറിയുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ചില അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പം അവരോടും എല്ലാവരോടൊക്കെ ആയിട്ട് ഞാൻ വഴിയെ പറയും. ഇത് പറയണമെന്നുള്ളതാണ്. എനിക്ക് എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. മതി പോട്ടെ. ബിനീഷയുടെ കലിപ്പ് അടങ്ങണില്ല ഗൈസ്. ബിനീഷ് ഇവിടെ എണ്ണിപ്പിറക്കി ഇത് കണ്ടിട്ട് കുരു പൊട്ടറയുന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പർ ഉണ്ട് യൂട്യൂബിൽ. ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോൺ നമ്പർ ഫേസ്ബുക്കിലും വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും കിട്ടും. ഇനിയിപ്പോ കിട്ടാതിരിക്കൊന്നുമില്ല. അത്ര മെസ്സേജ് അയച്ചതാണ്. ഇപ്പൊ അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ളൂ. ഡയറക്റ്റ് വിളിക്ക്, ചോദിക്ക്, സംസാരിക്ക്. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതാണ്. ഇപ്പൊ ഞങ്ങൾ ഞായറാഴ്ച ദിവസം ഒരു ബെഞ്ചിൽ പോയി ഇരിക്കണതും പിന്നെ എല്ലാ ദിവസവും 8:30 വീഡിയോ. പിന്നെ ഇല്ലാത്ത ഇയാളുടെ ഒരു മെയിൻ കൂട്ടുകാരില്ലേ ഞാറക്കല്ലേ, അവരെ കുറിച്ച് വെറുതെ ഇല്ലാത്ത കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കണായിരുന്നു. അത് വേറെ കാര്യം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.